ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത് കാരണം പാവപ്പെട്ട ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 മാസമായി ക്ഷേമ പെൻഷനുകൾ ലഭിക്കാതെയും തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി ലഭിക്കാതെയും പതിനായിരക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്ത് കഷ്ടപ്പെടുന്നത്. ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ശരിയായ നിലയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുക്കുന്ന പദ്ധതിയാണ്. പക്ഷേ അത് ഫലപ്രദമായി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ്റിന് വീഴ്ച വരികയാണ്. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. സർക്കാരിൻ്റെ ധൂർത്തും കൊള്ളയും അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന് ധൂർത്തടിക്കാൻ കാശുണ്ട്, കൊള്ളയടിക്കാൻ കാശുണ്ട്. പക്ഷേ പാവപ്പെട്ടവന് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്നുള്ളതാണ് ജോസഫിൻ്റെ മരണം തെളിയിക്കുന്നത്. നെൽ കർഷകൻ ആത്മഹത്യ ചെയ്തത് നെല്ലിൻ്റെ സംഭരണ വില കേന്ദ്രം കൊടുത്തിട്ടും സംസ്ഥാനം കൊടുക്കാത്തതുകൊണ്ടാണ്. കണ്ണൂരിൽ ക്ഷീര കർഷകൻ ആത്മഹത്യ ചെയ്തത് ക്ഷീരമേഖലയിൽ കേന്ദ്രം കൊടുക്കുന്ന പണം സംസ്ഥാനം വാങ്ങിവെച്ചു. പക്ഷേ സംസ്ഥാനത്തിൻ്റെ വീതമില്ലാത്തത് കൊണ്ട് അത് കർഷകന് കിട്ടിയില്ല. നെൽകർഷകൻ ആത്മഹത്യ ചെയ്ത് നെല്ലിൻ്റെ സംഭരണ വില 75% കേന്ദ്രം കൊടുത്തു, 25% ഇവർ കൊടുക്കാത്തത് കൊണ്ട് കർഷകർ ആത്മഹത്യ. ഇപ്പോൾ ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പിണറായി വിജയൻ പാവപ്പെട്ടവരെ കൊല്ലുന്ന മുഖ്യമന്ത്രിയായിട്ട് സംസ്ഥാനത്ത് മാറിയിരിക്കുകയാണ്. ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണസമയത്തുണ്ടായിരുന്ന ഒരു പേപ്പർ, ഒരു മരണമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം പോലീസ് മുക്കി എന്നുള്ളതാണ്. ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ ഭരണം അറിയാലോ, വളരെ ഗുണ്ടായിസവും അക്രമവും ഭീഷണിയും കാരണം ആളുകൾ ഭയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ആ ഭീഷണിയും ഗുണ്ടായിസവും പോലീസിനെ ഉപയോഗിക്കലുമൊക്കെ ഇവിടെ സാർവത്രികമാണ്. ശരിയായ അന്വേഷണം വേണം ഈ മരണത്തെ സംബന്ധിച്ച്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആത്മഹത്യാക്കുറിപ്പിൽ എന്താണുള്ളത്? ആളുകൾക്ക് സംശയമുണ്ട്. ചില ആളുകളെ അദ്ദേഹം സമീപിച്ചിരുന്നെന്നും അദ്ദേഹത്തോട് വളരെ മോശമായിട്ടാണ് അവിടെ പെരുമാറ്റം ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് വന്നിരിക്കുന്നു. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഒരു മരണപ്പെട്ട ആളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. നേരത്തെയും ഈ പാവപ്പെട്ട വ്യക്തി ചില ആളുകളെ സമീപിച്ചിരുന്നതായും അവരിൽ നിന്നെല്ലാം വളരെ മോശമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായതെന്നും ആളുകൾക്ക് സംശയമുണ്ട്. പിന്നെ ഇന്നത്തെ പ്രസ്താവനയോട് വളരെ വ്യക്തമായി, മരിച്ച ആൾ എന്തോ കുറ്റക്കാരനാണെന്നുള്ള നിലയിലാണ്. റേഷൻ അരി കിട്ടുന്നില്ലേ? റേഷൻ അരി ഇവർ കൊടുക്കുന്നതാണോ? റേഷൻ അരി കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. 5 കിലോ അരി പാവപ്പെട്ടവന് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നിട്ട് ആൾ ചോദിക്കുകയാണ് ഇവിടെ റേഷൻ അരി കിട്ടുന്നില്ലേ? അപ്പോൾ ഈ മരണപ്പെട്ട ആൾ എന്തോ വലിയ തെറ്റുകാരനെ പോലെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇവിടെ അദ്ദേഹത്തെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വ്യക്തമാക്കുന്നത് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടന്നാൽ പോലും ഒരു മനസാക്ഷി കുത്തും സർക്കാരിനില്ല, ഭരിക്കുന്ന പഞ്ചായത്തിനില്ല എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോൾ പോലീസ് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കുകയാണ്. ഈ മരണത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ മറച്ചു വെക്കാൻ എന്തിനാണ് ഇത്ര ധൃതി? പഞ്ചായത്ത് പ്രസിഡന്റ് എന്തിനാണ് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്? അപ്പോൾ അതെല്ലാം വ്യക്തമാക്കുന്നത് ഇതിനകത്ത് ഇവിടെ എന്ത് കാര്യം നടന്നാലും പാർട്ടിക്കാർ പറയുന്നതേ നടക്കുള്ളൂ എന്നുള്ള ഒരു നില നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ച് ഈ പ്രദേശത്തുണ്ട്. അതാണ് കേരളത്തിൽ ഇപ്പോൾ പല കേസുകളും കോടതിയോട് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റോ പോലീസോ ഒരു കേസും എടുക്കുന്നില്ല. അതാണ് നമ്മുടെ നിയമവാഴ്ചയുടെ സ്ഥിതി.